ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കമൻസ് ആണ് ഇൻഡെക്സ് മാർക്കിനെ പറ്റിയിട്ട്. ചേച്ചി ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ കിട്ടുമോ എന്നുള്ളത് ഒരുപാട് കമൻസ് വരുന്നുണ്ട്. റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല, എല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ ആക്കി ഇടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓൾറെഡി നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അറിയാം, ഒരു ഊഹമോ ഒന്നും അല്ല. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഫിക്സഡ് മാർക്ക് എന്താണെന്നറിയാം. അപ്പോൾ അതെങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് ആക്കുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് മനസ്സിലാവാൻ സാധിക്കും കഴിഞ്ഞൊരു വീഡിയോ കാണുകയാണെങ്കിൽ. കണ്ടിട്ടില്ലാത്തവർ എത്രയും വേഗം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ഫിക്സ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഇയറിൽ, അതായത് 2024 ഏതൊക്കെ ഗവൺമെൻറ് കോളേജിൽ എത്ര ഇൻഡെക്സ് മാർക്കിലാണ് അവർക്ക് സീറ്റ് കിട്ടിയതെന്നും അല്ലെങ്കിൽ എത്രാമത്തെ റാങ്ക് വരെ അവിടെ സീറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് തന്നെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കാം. എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട്, അപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് കോളേജ് സീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ ഇനി വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് നോക്കണോ, പ്രൈവറ്റിൻ്റെ അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ പ്രൈവറ്റിലേക്ക് തിരിയണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. കാരണം ഇതൊരു അനാലിസിസ് വീഡിയോ ആണ്, എന്തെങ്കിലും ഉണ്ടാക്കി പറയുന്നതോ ഒന്നുമല്ല. ലാസ്റ്റ് ഇയറിനെ ബേസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. ഫ്രണ്ട്സിനും, നിങ്ങളുടെ റിസൾട്ട് അറിഞ്ഞിരിക്കുന്ന ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോളേജ് സെലക്ട് ചെയ്യാനും കോഴ്സ് സെലക്ട് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോളേജുകളിൽ ലാസ്റ്റ് ഇയറിൽ കിട്ടിയ കട്ട് ഓഫ് ഇൻഡെക്സ് മാർക്ക്, ഏത് റാങ്കിന് ഏത് ഇൻഡെക്സ് മാർക്കിലാണ് അഡ്മിഷൻ കിട്ടിയത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. ഇത് കൂടാതെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്, എല്ലാ ലിസ്റ്റും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്, അതായത് ഏത് കോഴ്സ്, ഏത് കോളേജ്, ഏത് കാറ്റഗറി എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു കോളേജിൽ എത്ര ഇൻഡെക്സ് മാർക്കിലാണ് അഡ്മിഷൻ കിട്ടിയത് എന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസ് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ 14 ജില്ലകളിൽ നഴ്സിംഗ് കോളേജസ് ഉണ്ട്. ആദ്യത്തെ കാറ്റഗറി വരുന്നത് സ്റ്റേറ്റ് മെറിറ്റ്, അതായത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ മാർക്ക് ആയിരിക്കും. 50% ആയിരിക്കും സ്റ്റേറ്റ് മെറിറ്റിന്റെ ബേസിൽ സീറ്റ്സ് ഉള്ളത്. ലാസ്റ്റ് ഇയറിലെ കണക്ക് നോക്കാനാണെങ്കിൽ ആദ്യം നമുക്ക് തിരുവനന്തപുരം നോക്കാം. തിരുവനന്തപുരം കോളേജിൽ 190 സീറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഹാഫ് എന്ന് പറയുമ്പോൾ ഏകദേശം 91 സീറ്റ്. 91 സീറ്റിൽ ലാസ്റ്റ് ഇയറിൽ കിട്ടിയ ഹയസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 300 ആണ്. അവിടുത്തെ ക്ലോസിംഗ് റാങ്ക്, അതായത് 773 വരെയുള്ള റാങ്കുള്ള ആൾക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. സോ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കി എല്ലാ കോളേജസിൻ്റെ ഡീറ്റെയിൽസും ഇൻഡെക്സ് മാർക്കും സൈഡിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ലാസ്റ്റ് ഇയറിൽ നോക്കാനാണെങ്കിൽ 298.34 ആണ്. അത് കിട്ടിയിരിക്കുന്നത് പത്തനംതിട്ട കോളേജിലാണ്. അവിടുത്തെ റാങ്ക് വന്നത് 2417 ആണ്. സോ ഇതാണ് സ്റ്റേറ്റ് മെറിറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 50% സീറ്റ് മാത്രമേ സ്റ്റേറ്റ് മെറിറ്റിൽ ഫിൽ ആവുള്ളൂ. ബാക്കിയെല്ലാം കാറ്റഗറി വൈസ് ആണ് സീറ്റ് ഫിൽ ആവുന്നത്. ഇനി ഇപ്പോൾ അടുത്ത കാറ്റഗറി നോക്കാം നമുക്ക്. അടുത്ത EW കാറ്റഗറിയാണ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറി. അവിടെ 10% സീറ്റാണുള്ളത്. അതിൽ ഹയസ്റ്റ് 299 തന്നെ ഏകദേശം എല്ലാവർക്കും ഇൻഡെക്സ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. 300ഉം കിട്ടിയിട്ടുണ്ട്. ലീസ്റ്റ് സ്കോർ നോക്കാനാണെങ്കിൽ 297.5 ആണ്. കാസർഗോഡ് നഴ്സിംഗ് കോളേജിലാണ് കിട്ടിയിരിക്കുന്നത്. അവിടുത്തെ റാങ്ക് വന്നത് 3865 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാറ്റഗറീസ് നോക്കാം. സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് 30% സീറ്റാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓരോ കാറ്റഗറിക്കും. അപ്പോൾ ഓരോ കാറ്റഗറിയും നമുക്ക് ഇൻഡിവിജ്വൽ വൈസ് നോക്കാം. ഒന്നാമത്തേതാണ് ഈഴവ കാറ്റഗറി, 9% സീറ്റാണുള്ളത്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കാനാണെങ്കിൽ 298.34 ആണ് വന്നിരിക്കുന്നത്. അത് 2 കോളേജുകൾ, പത്തനംതിട്ട, കാസർഗോഡ്. സോ അവിടുത്തെ റാങ്കും ഏകദേശം ഒരു 2200 അല്ലെങ്കിൽ 2400 റാങ്ക് വരെ എത്തിയിട്ടുണ്ട് ആ ഒരു മാർക്കിന്. സോ ഇനി അടുത്ത കാറ്റഗറി നോക്കാനാണെങ്കിൽ വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി 2% സീറ്റാണുള്ളത്. അവിടെ വന്നിരിക്കുന്ന ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 297.50 ആണ്. കോളേജ് പത്തനംതിട്ട തന്നെയാണ്.
സോ ഇനി അടുത്ത കാറ്റഗറി അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ്. 1% ആണ്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നത് 297.50. റാങ്ക് 3938. ഓക്കെ, അപ്പോൾ അടുത്ത കാറ്റഗറി നോക്കാനാണെങ്കിൽ അതർ ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. 3% ആണ്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് 296.66. ഡിസ്ട്രിക്ട് കാസർഗോഡ് നഴ്സിംഗ് കോളേജ്. ഇനി നെക്സ്റ്റ് മുസ്ലിം ആണ്. 8% സീറ്റ് ഉണ്ട്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത് 295.84. അടുത്ത കാറ്റഗറി കുസവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി. 1% സീറ്റാണുള്ളത്. ലീസ്റ്റ് വന്നിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് 295 ആണ്. അത് 2 കോളേജുകളിൽ വന്നിട്ടുണ്ട്, കാസർഗോഡും വയനാടും. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി വരുന്നത് ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ ആണ്. LC എന്ന് പറയും. 3% സീറ്റാണ് വരുന്നത്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ലാസ്റ്റ് ഇയറിൽ കിട്ടിയിരിക്കുന്നത് 296.67 ആണ്. അപ്പോൾ അടുത്ത കാറ്റഗറി ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റി. 2% സീറ്റാണ്. ലാസ്റ്റ് ഇയർ കിട്ടിയിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് 291.66. വന്നിരിക്കുന്ന ഡിസ്ട്രിക്റ്റ് പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലുള്ള ആൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി കുടുംബിയാണ്. 1%. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 290.83 ആണ്. കോളേജ് വരുന്നത് വയനാടാണ്. ഇതൊക്കെയാണ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 30% സീറ്റ്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് SC ST ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ്. സോ ഇവർക്ക് വരുന്ന ആദ്യം തന്നെ നമുക്ക് SC നോക്കാം. SC നോക്കാനാണെങ്കിൽ 8% സീറ്റ് ആയിരിക്കും വരുന്നത്. അവർക്ക് ഇട്ടിരിക്കുന്ന ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 281.67 ആണ്. കോളേജ് വയനാടാണ് വരുന്നത്. ആ ഒരു വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന റാങ്ക് ഏകദേശം 19,285 ആണ് റാങ്ക്. ഓക്കെ, ഇനി ST നോക്കാനാണെങ്കിൽ 2% സീറ്റാണ് സ്കെഡ്യൂൾഡ് ട്രൈബിന് വരുന്നത്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 219.17 ആണ്. കോളേജ് തിരുവനന്തപുരം. അപ്പോൾ SC STയിൽ തന്നെ ഏറ്റവും ഉയർന്ന മാർക്ക്, ഒരു 200+ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് കിട്ടുന്നവർക്ക് ഉറപ്പായിട്ടും ഗവൺമെൻറ് കോളേജുകളിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാറ്റഗറി വൈസ് ചെയ്ത് തന്നെ മാത്രം ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി നോക്കാം. കുറേ റിസർവേഷൻ കാറ്റഗറി ഉണ്ട്. NCC, സ്പോർട്സ്, അങ്ങനെ ഒരുപാട് റിസർവേഷൻ കാറ്റഗറീസും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ റിസർവേഷൻ കാറ്റഗറിയാണ് എക്സ് സർവീസ്മാൻ കോട്ട. അവിടെ കേരളത്തിൽ ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ, ആലപ്പുഴ കോളേജിലാണ്. ലാസ്റ്റ് ഇയറിൽ ഇൻഡെക്സ് മാർക്ക് വന്നത് 300 ഔട്ട് ഓഫ് 300 കിട്ടിയിരിക്കുന്ന ഒരു കാൻഡിഡേറ്റിനാണ്. ഇനി നെക്സ്റ്റ് കാറ്റഗറി റിസർവേഷൻ കാറ്റഗറി എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ഓഫ് പാരാമിലിറ്ററി പേഴ്സണൽ. അവർക്ക് കിട്ടിയിരിക്കുന്ന ഹയസ്റ്റ് ഇൻഡെക്സ് മാർക്ക് 297.50 ആണ്. തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് സർവീസ് ഡിഫൻസ് കോട്ടയാണ്. അതും ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ, കോട്ടയം കോളേജിലാണ്. 296.67 ആയിരുന്നു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. സ്പോർട്സ് കോട്ടയിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ 2 കോളേജുകളിലുണ്ട്. ഓൾറെഡി ഞാനിത് മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. കോഴിക്കോടും ആലപ്പുഴയുമാണ്. കിട്ടിയിരിക്കുന്ന ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 295 ആൻഡ് 297.50. ഇനി അടുത്ത കാറ്റഗറി NCC ആണ്. NCC കേരളത്തിൽ 3 കോളേജസുകളിലാണ് കാറ്റഗറി ഉള്ളത്. ട്രിവാൻഡ്രം, കോഴിക്കോട്, തൃശ്ശൂർ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലാണെങ്കിൽ ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വരുന്നത്, ഇപ്പോൾ ട്രിവാൻഡ്രം നോക്കാനാണെങ്കിൽ 271.67, കോഴിക്കോട് 298.33, തൃശ്ശൂർ വരുന്നത് 288.34. ഇനി അടുത്ത കാറ്റഗറി വരുന്നത് ഡിപ്പെൻഡൻറ്റ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ കിൽഡ് മിസ്സിംഗ് ഡിസേബിൾഡ് ഇൻ ആക്ഷൻ. ഒരു കോളേജിൽ മാത്രമേ ഈ ഒരു സീറ്റ് ഉള്ളൂ, അത് ആലപ്പുഴ കോളേജിലാണ്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വരുന്നത് 270 ആണ്. ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സ്. അവരുടെ ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വരുന്നത് 163.33 ആണ്. അത് തിരുവനന്തപുരം കോളേജിലായിരുന്നു ലാസ്റ്റ് ഇയറിൽ വന്നത്. ഇനി അത് നോക്കാതെ തന്നെ 4 കോളേജുകളിൽ, ഏകദേശം മൊത്തത്തിൽ 4 കോളേജുകളിലാണ് ഈ സീറ്റ്സ് അവൈലബിൾ ഉള്ളത്. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, കൂടാതെ കൊല്ലം. സോ ലീസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 163.33. അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗവൺമെൻറ് സീറ്റിനെ ഫില്ല് ചെയ്യുന്നത്. ഓരോ കാറ്റഗറി അനുസരിച്ച്, ഓരോ പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും ഗവൺമെൻറ് സീറ്റുകളെ ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് നോക്കാം. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് നോക്കാനാണെങ്കിൽ നഴ്സിങ്ങിനെ പോലെ എല്ലാ ജില്ലകളിലെ ഗവൺമെൻറ് കോളേജുകളിലും സീറ്റ് ഉണ്ടായിരിക്കുന്നതല്ല.
അപ്പോൾ ഓരോരോ കോഴ്സ് നമുക്ക് ഇൻഡിവിജ്വൽ വൈസ് നോക്കാം. ആദ്യം BSc ഡയാലിസിസ് ടെക്നോളജിയാണ്. 5 ഗവൺമെൻറ് കോളേജുകളിലാണ് സീറ്റ് ഉള്ളത്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്പർ ഓഫ് സീറ്റ്സ്. ഇനിയും ലാസ്റ്റ് ഇയറിലെ ഇൻഡെക്സ് മാർക്ക് നോക്കാൻ, ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നോക്കുകയാണെങ്കിൽ 297.5 ആയിരുന്നു. അത് കിട്ടിയിരിക്കുന്ന റാങ്ക് 3421 ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അണ്ടറിൽ നേരത്തെ നഴ്സിംഗിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ 50% സീറ്റും സ്റ്റേറ്റ് മെറിറ്റും, ബാക്കിയുള്ളത് ഓരോ കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും സീറ്റ്സിൻ്റെ എത്ര ഇൻഡെക്സ് മാർക്കിലാണ് കിട്ടിയെന്നുള്ളത് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്ത കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. 2 കോളേജസ് ആണ് ഗവൺമെൻറ് കോളേജസ് ഉള്ളത്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നത് 295.84 ആണ്. റാങ്ക് കിട്ടിയിരിക്കുന്നത് 5000 ആയിരുന്നു. ഇത് ജസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റ് മാത്രമാണ് ഈ പറയുന്നത്. ഇനി അടുത്തത് BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതായത് BSc MLT നോക്കാനാണെങ്കിൽ 3 ഗവൺമെൻറ് കോളേജസ് ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത് 299.17 ആണ്. റാങ്ക് 1680. ഇനി അടുത്ത കോഴ്സാണ് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി. ഗവൺമെൻറ് കോളേജ് ആകെ ഒരെണ്ണമേ ഉള്ളൂ. അവിടെ കിട്ടിയിരിക്കുന്ന ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 299.17 ആണ്. അതും റാങ്ക് 1400+ ആണ്. നെക്സ്റ്റ് കോഴ്സിലേക്ക് വരുന്നത് BSc പെർഫ്യൂഷൻ ടെക്നോളജി ആണ്. കേരളത്തിൽ 3 ഗവൺമെൻറ് കോളേജസ് ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത് 298.33 ആണ്. റാങ്ക് 2726. കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നു ഈ ഒരു മാർക്കിലുള്ള കാൻഡിഡേറ്റിന് അഡ്മിഷൻ ലഭിച്ചത്. ഇനി അടുത്തത് നോക്കാനാണെങ്കിൽ BSc കാർഡിയോവാസ്കുലർ ടെക്നോളജിയാണ്. കേരളത്തിൽ 5 ഗവൺമെൻറ് കോളേജസിലാണ് ഉള്ളത്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് 299.17 ആയിരുന്നു. സോ ഇനി നെക്സ്റ്റ് വരുന്നത് BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. കേരളത്തിൽ 3 ഗവൺമെൻറ് കോളേജസ് ആണുള്ളത്. ബ്രാക്കറ്റിൽ സീറ്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് 299.17. ഈ അടുത്ത കോഴ്സ് വരുന്നത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. ഒരു കോളേജേ ഉള്ളൂ കേരളത്തിൽ. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ വന്നത് 296.67 ആണ്. റാങ്ക് 4640. ഇനി അടുത്തത് ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി. 2 കോളേജസ് ആണുള്ളത്. ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നത് 298.34 ആണ്. റാങ്ക് 2358. അപ്പോൾ ഏകദേശം ഒരു 298 സ്കോറെങ്കിലും ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് സീറ്റ് ലഭിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ആ ഒരു റെസ്റ്റ് 50% ഓരോ കാറ്റഗറിയിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സ്ക്രീനിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഓരോ കാറ്റഗറിയിലും എത്ര ഇൻഡെക്സ് മാർക്കിലാണ് ലാസ്റ്റ് ഇയർ, അതായത് ലീസ്റ്റ് ഇൻഡെക്സ് മാർക്കിലാണ് ലാസ്റ്റ് ഇയറിൽ അഡ്മിഷൻ കിട്ടിയെന്നുള്ളത്. സോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഈ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജസിനെ പറ്റി അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കോളേജിൻ്റെ നെയിം, ഏത് കോഴ്സ്, ഏത് കാറ്റഗറി. അപ്പോൾ ഞാൻ ഇൻഡിവിജ്വലി ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അവിടുത്തെ ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാമാണ് ലാസ്റ്റ് ഇയർ കിട്ടിയിരിക്കുന്ന നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലെ ലീസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് വരുന്നത്. ഒന്നും കൂടെ പ്രത്യേകമായി പറയാം, ഇത് ജസ്റ്റ് ഗവൺമെൻറ് കോളേജസ് മാത്രമാണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന സീറ്റ് മാത്രമല്ല ഉള്ളത്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഈ കോഴ്സുകൾക്കൊക്കെ സീറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിക്കാൻ പാടില്ല. ഇത് ജസ്റ്റ് ഗവൺമെൻറ് കോളേജുകളിലുള്ള സീറ്റും ലീസ്റ്റ് ഇൻഡെക്സ് മാർക്കുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും, ഇൻഡിവിജ്വലി ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഇൻഡെക്സ് മാർക്കിനെ പറ്റിയിട്ട്, അതായത് ഏതെങ്കിലും കോളേജുകളിലെ കോഴ്സ് കാറ്റഗറിയിലെ ഇൻഡെക്സ് മാർക്കിനെ പറ്റി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. മാത്രമല്ല ഏതൊക്കെ കോളേജുകൾ, എത്ര ഗവൺമെൻറ് കോളേജുകൾ, എത്ര സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഏതൊക്കെ കോഴ്സിനുണ്ട് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ എത്രയും വേഗം കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. കാരണം അവരും അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.